ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പാവയ്ക്കാത്തോരൻ. വളരെ രുചികരമായി എങ്ങനെ തയ്യാറാക്കാം, ഒട്ടും കയ്പില്ലാതെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 2 പാവയ്ക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വളരെ നേരിയതായി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ നമുക്കിത് ഒന്ന് കൂട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായി കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ കനം കുറഞ്ഞ് നമുക്കിത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുമാണ്. അതിനായിട്ടാണ് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വളരെ കനം കുറച്ച് നേരിയതായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുത്ത പാവയ്ക്ക ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയാണ്. അത് ഇതുപോലെ നീളനായി നമുക്ക് മുറിച്ച് കൊടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് പാവയ്ക്ക അരിഞ്ഞെടുത്തതുപോലെ നമുക്ക് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. അരിഞ്ഞെടുത്ത നമ്മുടെ പാവയ്ക്കയിലേക്ക് നമുക്ക് ഈ ഒരു സവാള അരിഞ്ഞത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ്. കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ 6 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് കട്ട് ചെയ്ത് നമുക്ക് ഈ പാവയ്ക്കയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൂട്ട് ശരിയാക്കാം. അരമുറി തേങ്ങ ചിരവിയതിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽ മുളകും കൂടി നമുക്ക് ചേർത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടി നമുക്ക് ചേർക്കാം. രുചി കൂടാനായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉഴുന്നൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്കിട്ട് നമുക്കതൊരു 10 മിനിറ്റ് വേവിക്കാം. പാവയ്ക്കയുടെ കയ്പ്പ് മാറാനായിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ബീട്രൂട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ക്യാരറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് ബീട്രൂട്ട് ചേർത്തപ്പോഴാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബീട്രൂട്ട് ചേർത്ത് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാം. ബീട്രൂട്ടും പാവയ്ക്കയും നന്നായി വെന്ത് കഴിഞ്ഞു. ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. തേങ്ങയുടെ പച്ചമണം മാറാനായിട്ടാണ് ഇങ്ങനെ അടച്ച് വേവിക്കുന്നത്. ഇനി നമുക്ക് പാവയ്ക്കാത്തോരൻ തുറന്നു നോക്കാം. നമ്മുടെ പാവയ്ക്കാത്തോരൻ ഇവിടെ തേങ്ങയുടെ പച്ചമണമെല്ലാം മാറി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും കയ്പില്ലാത്ത നമ്മുടെ പാവയ്ക്കാത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ, ബൈ ബൈ.